ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിന് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിലേക്കായിരുന്നു. അവന്റെ അടിപ്പിടലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയരെ, ഇന്ന് സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ പറയുകയാണ്, 75% ഇന്ന് രോഗം വന്നിരിക്കുന്നത് എന്താ ചോദിച്ചത് മനുഷ്യരുടെ അന്തർഭാഗത്തായിരിക്കുന്ന പാപമുഖേനയാണ്. അതിൽ എത്ര മരുന്ന് കഴിച്ചിട്ടോ അല്ലെങ്കിൽ എത്ര വിദഗ്ധന്മാരായ ഡോക്ടറുടെ അടുക്ക ചെന്ന് എത്ര ട്രീറ്റ്മെന്റുകൾ നേടിയാലും ഈ പാപത്തിലുള്ള പരിഹാരം നിങ്ങൾ കിട്ടത്തില്ല. ഈ പാപത്തിലുള്ള പരിഹാരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ യേശു കർത്താവിന്റെ അരികിൽ വരണം. യേശു കർത്താവിന്റെ അരികിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പാപത്തിൽ നിന്നും ഒരു മോചനം കിട്ടത്തുള്ളൂ. എത്രയോ ജനം പാപത്തെ കുഴങ്ങിക്കൊണ്ട് രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടുവന്ന ഒരു കാലഘട്ടം. കഴിഞ്ഞ ദിവസം ഞാൻ ആശുപത്രി ചെന്നപ്പോൾ ഇരിക്കാൻ പോലും ഇടവില്ല. ഡോക്ടർമാരുടെ മുമ്പ് തന്നെ ക്യൂ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, 4 ആഴ്ച, 2 മാസം മുമ്പേ ബുക്ക് ചെയ്യും. എന്തിനാ? ഡോക്ടറെ എന്ന് കാണുവാൻ. നിങ്ങൾ സത്യദൈവത്തോട് നിങ്ങളെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാപത്തിന് വേണ്ടി, അതെ, യേശു കർത്താവ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ദൈവത്തിന്റെ ആത്മാവിനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? മാനസാന്തരപ്പെടുകയും. മാനസാന്തരപ്പെടണം. ആദ്യം ചെയ്യേണ്ടത് ജനം മാനസാന്തരപ്പെടണം.